ഹായ്, മരിയൻ മൂർ എന്ന അമേരിക്കൻ കവയിത്രിയുടെ പോയിട്രി എന്ന കവിതയിൽ നിന്നും കഴിഞ്ഞ യൂണിവേഴ്സിറ്റി പരീക്ഷകളിൽ ചോദിച്ചിരുന്ന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ. ഈ പാഠത്തിൽ നിന്നും 2 ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻസ്, ഒരു പാരഗ്രാഫ് ക്വസ്റ്റ്യൻ, ഒരു എസ്സേ എന്നിങ്ങനെ 4 ചോദ്യങ്ങൾ കാണാം. Well, let us take up the questions one by one. Short answer questions first. Question number 1. Here is the question. In poetry, how does the speaker define people who are really interested in poetry? Poetry എന്ന പാഠത്തിൽ കവിതയിൽ യഥാർത്ഥ താല്പര്യമുള്ള ആളുകളെ കവി എങ്ങനെയാണ് നിർവചിക്കുന്നത്? ഇതാണ് ചോദ്യം. ഇത് ബികോം BBA-കാർക്ക് ചോദിച്ച ചോദ്യമാണ്. Now, here is the answer. The speaker says that if you demand the raw material of poetry in all its rawness and that which is genuine, then you are interested in poetry. കവിതയ്ക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളെ അതിൻ്റെ തനിമയോടുകൂടി കലർപ്പില്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കവിതയോട് ഇഷ്ടമുള്ള ആളാണെന്ന് പറയാം. Poetry enables us to admire the simplicity and variety in life. ജീവിതത്തിന്റെ ലാളിത്യവും വൈവിധ്യവും ഇഷ്ടപ്പെടാൻ കവിത നമ്മളെ പ്രാപ്തരാക്കുന്നു. ഇതാണ് ഉത്തരം. Now, short answer question number 2. Explain the line imaginary gardens with real toads in them. ഇപ്പറഞ്ഞ ആ കവിതയിലെ വരി ഒന്ന് വിശദീകരിക്കാമോ? ഇതാണ് ചോദ്യം. ഇത് BA BSc-കാർക്ക് ചോദിച്ച ചോദ്യമാണ്. Now, here is the answer. Poetry is real if it contains a balance of imagination and reality. സാങ്കല്പികതയും യാഥാർത്ഥ്യവും തുല്യമായ അനുപാതത്തിൽ ചേർന്ന് വരുമ്പോഴാണ് യഥാർത്ഥ കവിതയുണ്ടാവുന്നത്. The imaginary gardens are the creative part a poet puts into the poem. ചോദ്യത്തിൽ കാണുന്ന വരിയിലെ ഇമാജിനറി ഗാർഡൻസ് എന്ന് പറയുന്ന സംഗതിയാണ് ഒരു കവിതയിൽ കവി പ്രയോഗിക്കുന്ന സർഗാത്മകത, അതായത് ക്രിയേറ്റിവിറ്റി. The real toads are the real parts in a poem. Real toads എന്ന് പറയുന്ന സംഗതി ഈ ലോകത്തിൽ നമുക്ക് ചുറ്റും കാണപ്പെടുന്ന യഥാർത്ഥ സംഗതികളാണ്. Therefore, poetry must be a mix of fancy and reality. അപ്പോ സ്വപ്നം അഥവാ സാങ്കല്പികതയും യാഥാർത്ഥ്യവും കൂടിച്ചേർന്നുണ്ടാവുന്ന ഒന്നാണ് കവിത എന്നർത്ഥം. Well, this is the answer. Now, the paragraph questions. Take a look at the question. According to Marianne Moore, what are the possible ways to analyze one's interest in poetry? ഒരു വ്യക്തിയുടെ കവിതയിലുള്ള താല്പര്യത്തെ വിശകലനം ചെയ്യാൻ പറ്റിയ മാർഗങ്ങൾ ഏതൊക്കെയാണെന്നാണ് നമ്മുടെ കവിയായ മരിയൻ മൂർ പറയുന്നത്. ഇതാണ് ചോദ്യം. മരിയൻ മൂർ speaks about the possible ways to analyze one's interest in poetry. ഇപ്പറഞ്ഞ കാര്യത്തിനുള്ള മാർഗങ്ങളെ പറ്റിയാണ് നമ്മുടെ കവി വിശദമായി പ്രതിപാദിക്കുന്നത്. At the same time, she also warns against half poets who are not able to write or appreciate genuine poetry. അതേസമയം യഥാർത്ഥ കവിത എഴുതാനോ ആസ്വദിക്കാനോ കഴിവില്ലാത്ത ഈ മുറിവൈദ്യന്മാരെ പോലെയുള്ള അരക്കവികളെ സൂക്ഷിക്കണമെന്നും അവർ പറയുന്നുണ്ട്. The poet wishes to find poets who create imaginary gardens with real toads in them. അതായത് ഇമാജിനറി ഗാർഡൻസ് എന്ന് പറയുന്ന കവിയുടെ സർഗാത്മകതയും റിയൽ ടോഡ്സ് എന്ന് പറയുന്ന യാഥാർത്ഥ്യവും ഒന്നിച്ചു ചേർന്നുണ്ടാവുന്ന കവിതകൾ, ഇത്തരത്തിലുള്ള കവിതകൾ രചിക്കുന്ന ആളുകളെയാണ് നമുക്ക് ആവശ്യം. She says, if you demand the raw material of poetry in all its rawness and that which is genuine, then you are interested in poetry. കവി പറയുന്നു, കവിതയ്ക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളെ അതിന്റെ തനിമയോടുകൂടി കലർപ്പില്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കവിത ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് പറയാം. Poetry enables us to admire the simplicity and variety in life. ജീവിതത്തിന്റെ ലാളിത്യവും വൈവിധ്യവും ഇഷ്ടപ്പെടാൻ കവിത നമ്മളെ സഹായിക്കുന്നു. ഇതാണ് ഉത്തരം. Now, the essay.
here is the question. Poetry is a manual for readers to analyze their interest in poetry. Explain. വായനക്കാർക്ക് അവരുടെ കവിതയിലുള്ള താല്പര്യത്തെ വിശകലനം ചെയ്യാൻ സഹായിക്കുന്ന നിർദ്ദേശങ്ങൾ അടങ്ങിയ ഒരു ലഘു പുസ്തകം പോലെയാണ് മറിയൻ മൂറിന്റെ പോയിട്രി. ഇതൊന്ന് വിശദമാക്കാമോ? ഇതാണ് ചോദ്യം. ഇത് ബികോം BBAക്കാർക്ക് ചോദിച്ച ചോദ്യമാണ്. Now, here is the answer. Paragraph number 1. Marianne Moore is an American modernist poet. Marianne Moore ഒരു അമേരിക്കൻ ആധുനികവാദിയായിട്ടുള്ള കവിയാണ്. Written in a conversational tone, the poem titled Poetry is a manual for readers to analyze their interest in poetry. ഒരു സംഭാഷണ ശൈലിയിൽ എഴുതിയിട്ടുള്ള ഒരു കവിതയാണ് പോയിട്രി. വായനക്കാർക്ക് അവരുടെ കവിതയിലുള്ള താല്പര്യത്തെ ഒന്ന് വിലയിരുത്താൻ സഹായിക്കുന്ന മാർഗരേഖകൾ അടങ്ങിയ ഒരു കൈപ്പുസ്തകം പോലെയാണ് ഈ കവിത. Well, this is paragraph number 1. Now, paragraph number 2. The poem begins with the expression, I too dislike it. That is, the poet too dislikes poetry. എനിക്കും അത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാണ് ഈ കവിത തുടങ്ങുന്നത്. എന്ന് പറഞ്ഞാൽ കവിക്കും കവിത ഇഷ്ടമല്ലെന്ന്. Then the poet tells us why many people dislike poetry. പല ആളുകൾക്കും കവിത ഇഷ്ടമല്ലാത്തത് എന്തുകൊണ്ടാണെന്ന് അവർ പറയുന്നു. She compares poetry to a fiddle. നമ്മുടെ കവി പറയുന്നു കവിത ഫിഡിൽ, അതായത് വയലിൻ എന്ന സംഗീത ഉപകരണം പോലെയാണ്. Poetry might seem worthless as it deals with simple things in life. ജീവിതത്തിലെ സാധാരണ കാര്യങ്ങളെക്കുറിച്ച് പറയുന്നത് കൊണ്ട് കവിത ഒരു പ്രയോജനവുമില്ലാത്ത സാധനമാണെന്ന് തോന്നിയേക്കാം. The language of poetry can be ambiguous. കവിത എഴുതാൻ ഉപയോഗിക്കുന്ന ഭാഷ, അതിൻ്റെ ശരിയായ അർത്ഥം എന്താണെന്നതിനെ സംബന്ധിച്ച് ചിലപ്പോൾ അവ്യക്തത ഉണ്ടായേക്കാം. But Moore says that poetry has a genuine space. എന്നാൽ മറിയൻ മൂർ പറയുന്നത് കവിതയ്ക്ക് ഈ ലോകത്ത്, ഈ ജീവിതത്തിൽ ശരിയായ ഒരു സ്ഥാനമുണ്ടെന്നാണ്. It is understood by genuine readers. ശരിയായ വായനക്കാർ കവിത വായിക്കുകയും മനസ്സിലാക്കുകയും ആസ്വദിക്കുകയും ചെയ്യും എന്ന് അവർ പറയുന്നു. This is paragraph number 2. Now, take a look at paragraph number 3. The language of poetry is intense and honest. കവിതയുടെ ഭാഷ തീവ്രവും സത്യസന്ധവുമാണ്. Poetry doesn't discriminate. കവിതയ്ക്ക് വിവേചനമില്ല. It just helps readers to think about the simplest, unnoticed side of life. വളരെ നിസ്സാരമെന്ന് തോന്നുന്ന, അധികമാരും ശ്രദ്ധിക്കാതെ വിട്ടുകളയുന്ന ജീവിതത്തിലെ സംഭവങ്ങളെപ്പറ്റി ചിന്തിക്കുവാൻ കവിത നമ്മളെ സഹായിക്കുന്നു. This may not sound interesting to intellectuals or literary critics. ഇപ്പറഞ്ഞ കാര്യം ഒരു പക്ഷേ ബുദ്ധിജീവികൾക്കും സാഹിത്യ നിരൂപകർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് വരാം. But it can influence genuine readers who can appreciate these qualities. എന്നാൽ ഇപ്പറഞ്ഞ സവിശേഷതകൾ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ വായനക്കാരെ കവിത സ്വാധീനിച്ചേക്കും. Poetry helps to perceive things clearly. കാര്യങ്ങളെ കൂടുതൽ വ്യക്തതയോടുകൂടി മനസ്സിലാക്കുന്നതിന് കവിത നമ്മളെ സഹായിക്കുന്നു. It also helps people to hold on to life. ജീവിതത്തെ സ്നേഹിക്കാനും മുറുകെ പിടിക്കാനും കവിത നമ്മളെ സഹായിക്കുന്നു. Poetry enables us to admire the simplicity and variety in life. ജീവിതത്തിന്റെ ലാളിത്യവും വൈവിധ്യവും ഇഷ്ടപ്പെടാൻ കവിത നമ്മളെ സഹായിക്കുന്നു. Well, this is paragraph number 3. Now, here is the last paragraph. Moore also warns the readers against half poets who are not able to write or appreciate genuine poetry. യഥാർത്ഥ കവിത എഴുതാനോ ആസ്വദിക്കാനോ കഴിയാത്ത ഈ ഛോട്ട കവികളെ സൂക്ഷിക്കണമെന്ന് മൂർ നമുക്ക് മുന്നറിയിപ്പ് നൽകുന്നു. The poet wishes to find poets who create imaginary gardens with real toads in them. Imaginary gardensഉം റിയൽ ടോഡ്സും, അതായത് കവിയുടെ സർഗാത്മക സൃഷ്ടിയും യാഥാർത്ഥ്യവും
ഇത് രണ്ടും ശരിയായ അനുപാതത്തിൽ ലയിച്ചു ചേർന്നുണ്ടാകുന്ന കവിതകൾ. ഇത്തരം നല്ല കവിതകൾ രചിക്കുന്ന ആളുകളെ കണ്ടെത്താൻ ശ്രമിക്കണം. She says, if you demand the raw material of poetry in all its rawness, then it shows that you are interested in poetry. കവിതയ്ക്ക് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളെ അതിൻ്റെ എല്ലാ തനിമയോടും കൂടി കലർപ്പില്ലാതെ ശുദ്ധമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കവിത ഇഷ്ടപ്പെടുന്ന ആളാണെന്ന് പറയാം. ഇതാണ് ഉത്തരം. Well, this is the answer. ഇതാണ് മുൻ പരീക്ഷകളിലെ മറിയൻ മൂറിന്റെ പോയിട്രി എന്ന കവിത. Thank you for watching this video. I'll see you soon with another video. Until then, bye bye.